അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ട് എങ്ങനെ പിസ്സ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വീറ്റ് ബ്രെഡാണ്. ഏത് ബ്രെഡും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ ചെയ്യുന്നത് പിസ്സ സോസ് വെച്ചിട്ടാണ്. പിസ്സ സോസ് കയ്യിലില്ലാത്തവർ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ പിസ്സ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കെച്ചപ്പാണെങ്കിലും സോസാണെങ്കിലും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ആകും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പിസ്സ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ടത് മൊസല്ല ചീസാണ്. ഇത് കടയിൽ നിന്ന് അവൈലബിൾ ആണ്, വാങ്ങാൻ കിട്ടും. നമുക്കൊന്ന് ഷോപ്പിലൊക്കെ ചെന്ന് ചോദിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തക്കാളി ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കുക. ഇനി വെക്കുന്നത് കാപ്സിക്കമാണ്. ഗ്രീന്, റെഡ്, യെല്ലോ ഒക്കെ കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്രീനാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളൂ. ഇനി ബ്ലാക്ക് ഒലിവ്, പിന്നെ വെച്ചിട്ടുള്ള ഗ്രീൻ ഒലിവാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മൊസല്ല ചീസ് കുറച്ചും കൂടി നല്ലോണം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കണം. പിസ്സക്ക് എപ്പോഴും മൊസല്ല ചീസാണ് നല്ലത്. അതിനെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇത് ഞാനതിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുകയാണ്. ഞാൻ 2 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കളർഫുള്ളായിട്ടുള്ള ഒരു പിസ്സയാണ്. ഇതിലേക്ക് ഞാൻ ചിക്കനൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ചിക്കനൊക്കെ ഉള്ളവർക്ക് ചിക്കനൊക്കെ വറുത്തിട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. ഒരു വെറൈറ്റിയാണ്. പിസ്സൻ്റെ ഡോ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം. പിസ്സൻ്റെ ഡോ വെച്ചിട്ട് ഞാൻ ചെയ്യണത് ഞാനൊന്ന് വീഡിയോ ആയിട്ട് വിടണ്ട്. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലും ഇതുപോലെയൊക്കെ ഒന്ന് സോസ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തു കൂടെയും. സെയിം റിപ്പീറ്റ് തന്നെ ചെയ്താൽ മതി. കുറച്ച് ഒനിയന് ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കാര്യം ഞാൻ മറന്നു പോയി. അടിയിൽ ലേശം മൊസല്ല ചീസ് ഇടേണ്ടിയിരുന്നു. അത് ഞാൻ മറന്നു പോയിട്ടുണ്ട് ഇട്ടപ്പോൾ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും എല്ലാവരും ഇടാൻ ശ്രദ്ധിക്കണം. ഒരു നല്ല ടേസ്റ്റാണ് ബ്രെഡിലും മൊസല്ല ചീസ് ആവുമ്പോൾ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ചെടുക്കാൻ പറ്റിയതാണ്. ഒരു വെറൈറ്റി ഡിഷാണ്. കാണുന്നവർക്കും തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഇപ്പോൾ ഇടാഞ്ഞത്. മൊസല്ല ചീസ് നല്ലോണം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും അങ്ങനെ ആയി വന്നിട്ടുണ്ട്. നമുക്കതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചീസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. താങ്ക് യു.